നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവിക ചേച്ചി, ചേച്ചി എന്ന് വിളിക്കുന്നതില് പരിഭവമൊന്നുമില്ലല്ലോ. ചേച്ചി എന്ന് വിളിച്ചില്ലെങ്കിലേ പരിഭവമുള്ളൂ. സിദ്ധു പറഞ്ഞിരുന്നു ചന്ദ്രലേഖ വക്കീലിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്താണാവോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒന്ന് കാണണമെന്നൊരാഗ്രഹം. സിദ്ധുവേട്ടന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണക്കാരി ചേച്ചിയല്ലേ? ഞാനോ? പിന്നല്ലാതെ. സുധേട്ടന്റെ മരണമല്ലേ സിദ്ധുവേട്ടന്റെ ജീവിതമായിട്ട് മാറിയത്. ആ ഒരു ത്യാഗത്തിന് ദേവിക ചേച്ചി സമ്മതം മൂളിയില്ലായിരുന്നെങ്കിൽ ഇന്ന് സിദ്ധുവേട്ടൻ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഇത്ര സ്വാതന്ത്ര്യത്തോടെ സിദ്ധുവേട്ടനെന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ. ഞങ്ങൾ തമ്മിലുള്ളത് വർഷങ്ങളായിട്ടുള്ള ബന്ധം. എന്റെ സീനിയറായിരുന്നു സിദ്ധുവേട്ടൻ. അറിയാം, സിദ്ധു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചി, എനിക്ക് ചേച്ചിയുടെ ഒരു സഹായം വേണം. പറഞ്ഞോ. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം തന്നെയാ. ആ, കാരണം എല്ലാവരുടെ പൊതുശത്രു ശരത്താണല്ലോ. എനിക്ക് ശരത്തിനോടല്ലല്ലോ ശത്രുത, ശരത്തിന് എന്നോടല്ലേ. പിന്നെ കിനാവള്ളി പോലെ ശരത്തെ ചുറ്റി വരഞ്ഞിരിക്കുന്നത് എന്റെ സുധിയേട്ടന്റെ അനിയത്തിയുടെ ജീവിതത്തെയാ. അതിൽ നിന്നും എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം. ശരത്ത് കാരണം ജീവിതം ഇരുളടഞ്ഞു പോയ ഒരു പെൺകുട്ടിക്ക് പുതിയൊരു ജീവശ്വാസം നൽകാനും ശ്രമിക്കണം. പൊന്നുമണിയുടെ ശരത്തിന് പിന്നാലെയുള്ള ഒരു അന്വേഷണത്തിലല്ലേ ചേച്ചി ഇപ്പോ? സത്യത്തിൽ ഈ കേസിലിപ്പോ ഏറ്റവും നിർണായകമാകുന്നതും ശരത്തിന്റെ ഭൂതകാലം തന്നെയായിരിക്കും. ആരാണ് ശരിക്കും ശരത്? ഈ ശരത് എന്നുള്ള പേര് തന്നെ യഥാർത്ഥമാണോ, അതോ ക്രിസ്തുദാസ് എന്നുള്ള പേരാണോ ശരിക്കുള്ളത്? അത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ കേസ്